നമസ്കാരം. ഷാഡോ ലേണിംഗ് സൊല്യൂഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. Cooperation meaning. The word cooperation is derived from the Latin word coopere, which means working together. കോപ്പറേഷൻ എന്ന വാക്ക് ഉത്ഭവിച്ചത് കോഓപ്പറി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. വർക്കിംഗ് ടുഗദർ എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. Those who join together should have some economic aim which they cannot normally achieve by individual isolated action. ഒറ്റയ്ക്ക് നിന്നാൽ നേടാൻ സാധിക്കാത്ത പല എക്കണോമിക് എയിമുകളും ഒന്നിച്ചു നിന്നാൽ നേടാൻ സാധിക്കും. Union is strength and hence they associate together to achieve the common end through self-help and mutual help. സ്വയം സഹായിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കൂടി സഹായിക്കുക എന്ന കൺസെപ്റ്റാണ് കോപ്പറേഷനെ മുമ്പോട്ട് നയിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ യൂണിയൻ സ്ട്രെങ്ത് തന്നെയാണ് കോപ്പറേഷനും. ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്ന പ്രിൻസിപ്പിളാണ് കോപ്പറേഷനെ മുമ്പോട്ട് നയിക്കുന്നത്. Cooperation is an economic system born as a peaceful reaction against mercantile economy and industrial revolution, which had resulted in the concentration of wealth, mass poverty and degradation. കോപ്പറേഷൻ എന്നത് ഒരു എക്കണോമിക് സിസ്റ്റമാണ്. കച്ചവടത്തെ മാത്രം ആസ്പദമാക്കി ലാഭേച്ഛയോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ സമാധാനപരമായ റിയാക്ഷനായാണ് കോപ്പറേഷൻ ഒറിജിനേറ്റ് ചെയ്തത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പരിണിത ഫലമായാണ് കോപ്പറേഷൻ ആരംഭിച്ചത്. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 18ാം നൂറ്റാണ്ടിൽ ബ്രിട്ടനിലാണ് ആരംഭിച്ചത്. സമ്പത്ത് കുറച്ചുപേരുടെ പേരിൽ മാത്രം കേന്ദ്രീകരിക്കുക, ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ ദാരിദ്ര്യം വർദ്ധിക്കുക, സമ്പന്നർ വീണ്ടും സമ്പന്നരാകുക, ദാരിദ്ര്യഫലമായി വീണ്ടും ജീവിത നിലവാരം താഴുക, ഇതിന്റെ ഫലമായി ഉണ്ടായ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ പരിണിത ഫലമായാണ് കോപ്പറേഷൻ ആരംഭിച്ചത്. Cooperation is an answer to the injustice of capitalism. ക്യാപിറ്റലിസത്തിന്റെ ഇൻജസ്റ്റിസിനെതിരെയുള്ള ഒരു ആൻസർ എന്ന നിലയ്ക്കാണ് കോപ്പറേഷൻ ആരംഭിച്ചത്. Poorer men saw the price advantage and economists saw the new incentive to efficiency, that is optimum utilization of resources. പാവപ്പെട്ടവർക്ക് കോപ്പറേഷൻ മൂലം ഒരു പ്രൈസ് അഡ്വാൻറ്റേജ് ലഭിക്കുന്നു. എക്കണോമിസ്റ്റ് ആകട്ടെ കോപ്പറേഷൻ എന്നാൽ റിസോഴ്സുകൾ മാക്സിമം ഉപയോഗിക്കാനുള്ള ഒരു മാർഗമായാണ് കാണുന്നത്. According to utopian socialist, cooperation is a method of developing a complete new society. ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റിന്റെ അഭിപ്രായത്തിൽ കോപ്പറേഷൻ എന്നത് ഒരു പുതിയ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. കോപ്പറേഷൻ ഡെഫിനിഷൻസ്. It give importance to members rather than capital is known as cooperation. കോപ്പറേഷൻ എന്നാൽ ഒരു എക്കണോമിക് സിസ്റ്റമാണ്. ഇവിടെ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ മെമ്പേഴ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോപ്പറേഷൻ ഹാസ് ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ് ആൻഡ് സോവറിനിറ്റി ആൻഡ് സോ കോപ്പറേഷൻ ഈസ് കോൾഡ് സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അതിൻ്റെ ടെറിട്ടറി, പോപ്പുലേഷൻ, ഗവൺമെന്റ്, പരമാധികാരം ഇവ ഉണ്ട്. അതുകൊണ്ട് ഇതിനെ സ്റ്റേറ്റ് വിതിൻ എ സ്റ്റേറ്റ് എന്ന് പറയുന്നു. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേഷൻ ഈസ് ആൻ ഈക്വലൈസർ ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. സെൽഫ് ഹെൽപ്പ് എന്നത് എഫക്റ്റീവായി നടത്തുന്ന ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്യാപിറ്റലിസത്തിനും സോഷ്യലിസത്തിനും ഇടയ്ക്കുള്ള ഒരു ഈക്വലൈസർ ആണ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് വൺ ഓഫ് ദ എക്കണോമിക് മിറാക്കിൾസ് ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു എക്കണോമിക് മിറാക്കിൾ ആണ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഹയർ വാല്യൂസ്. മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു സോഷ്യോ എക്കണോമിക് ഓർഗനൈസേഷൻ ആണ് കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ് ഫൗണ്ട് ഇൻ ഓൾ കൺട്രീസ് ഇൻ ദ വേൾഡ്. എല്ലാ രാജ്യങ്ങളിലും കാണുന്ന ഒരു മൂവ്മെന്റ് ആണ് കോപ്പറേഷൻ. ദ വാല്യൂസ് ഓഫ് കോപ്പറേഷൻ ആർ സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഈക്വാലിറ്റി ആൻഡ് സോളിഡാരിറ്റി. കോപ്പറേഷന്റെ വാല്യൂസ് താഴെ പറയുന്നവയാണ്: സെൽഫ് ഹെൽപ്പ്, സെൽഫ് റെസ്പോൺസിബിലിറ്റി, ഈക്വാലിറ്റി, സോളിഡാരിറ്റി. The chief objective of a cooperative society is providing service to its members. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം സർവീസ് ആണ്, പ്രോഫിറ്റ് അല്ല. The basic idea behind cooperation is help and mutual help. കോപ്പറേഷന് പിന്നിലുള്ള ഒരു പ്രധാന ഐഡിയ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ആണ്.
Cooperation is mainly service oriented. Service is the motto of cooperation. Cooperation എന്നത് സർവീസ് ഓറിയന്റഡ് ആണ്. കോപ്പറേഷന്റെ മോട്ടോ സർവീസ് ആണ്. ഡെമോക്രാറ്റിക് കൺട്രോൾ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. കോപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ്. വൺ മാൻ വൺ വോട്ട് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേഷൻ. വൺ മാൻ വൺ വോട്ട് എന്നതാണ് കോപ്പറേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ. No discrimination among members is made on the grounds of religious faith, political ideology, educational qualifications. മതപരമായോ രാഷ്ട്രീയപരമായോ വിദ്യാഭ്യാസപരമായോ യാതൊരു വേർതിരിവും കോപ്പറേഷനിൽ പാടില്ല. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഫോം ടു സാറ്റിസ്ഫൈ മ്യൂച്വൽ നീഡ്സ്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്നത് ഇൻഡിവിജ്വൽസിന്റെ ഒരു ഓർഗനൈസേഷൻ ആണ്. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ. Cooperation is a way of life and is business carried on by certain principles. Cooperation എന്നത് ചില പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായ ഒരു വേ ഓഫ് ലൈഫ് ആണ്. In cooperative societies, the members are treated as equal. Broadly speaking, there have been three types of cooperative systems. They are Rockdale system, Raifeisen system, Schultz-Delitzsch system. Cooperative movement was originated due to the impact of Industrial Revolution. In a cooperative organization, there is no place for competition of clash of interest. Cooperative organizationകളിൽ വ്യക്തി താൽപര്യങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. The country which strongly interested in adopting the philosophy of cooperative commonwealth was Britain. Cooperative commonwealth എന്ന കൺസെപ്റ്റ് കൊണ്ടുവരാൻ മുൻകൈയെടുത്തത് ബ്രിട്ടൻ ആണ്. Cooperation and other economic system. Cooperation function a narrow area while socialism is comprehensive and works on wider area. Cooperation എന്നത് ഒരു നാരോ ഏരിയയിലായിരിക്കും, അതായത് ലിമിറ്റഡ് ഏരിയയിലാണ് കോപ്പറേഷൻ ആയിരിക്കുന്നത്. എന്നാൽ സോഷ്യലിസം ഒരു വൈഡർ ഏരിയയിലായിരിക്കും. The golden means between capitalism and socialism is cooperation. Cooperation is an equalizer between capitalism and socialism. ക്യാപിറ്റലിസത്തിലെയും സോഷ്യലിസത്തിലെയും നല്ല വശങ്ങൾ ചേർത്തുകൊണ്ടാണ് കോപ്പറേഷൻ രൂപം കൊണ്ടത്. A system of business which give importance to members rather than capital is known as cooperation. ക്യാപിറ്റലിനേക്കാൾ അധികമായി മെമ്പേഴ്സിന് ഇമ്പോർട്ടൻസ് നൽകുന്ന സിസ്റ്റം ആണ് കോപ്പറേഷൻ. The means of production is owned and operated by the capitalist individuals in capitalism. ക്യാപിറ്റലിസത്തെ മുമ്പോട്ട് നയിക്കുന്ന ഇൻഡിവിജ്വൽസ് ആണ്. ഇവിടെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നതും ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇൻഡിവിജ്വൽസ് ആണ്. The means of production is owned and operated by the state or government is known as socialism. ഒരു സൊസൈറ്റിയിലെ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ഓൺ ചെയ്യുന്നത് ഓപ്പറേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ആണെങ്കിൽ അതിനെ സോഷ്യലിസം എന്ന് പറയുന്നു. Capitalism provides supremacy for individual, whereas socialism provides supremacy for state. Capitalism വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ സോഷ്യലിസം സ്റ്റേറ്റിന് പ്രാധാന്യം നൽകുന്നു. Cooperatives are voluntary organization. Communism. It is an ideological and a social political movement. It is a system of government where all the property is public and the government owns and control the manufacturing and distribution. People share equally from the benefit. Communism എന്നാൽ ഒരു ഐഡിയോളജിക്കൽ സോഷ്യൽ പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആണ്. എല്ലാ പ്രോപ്പർട്ടിയും ഗവൺമെന്റിന്റെ കീഴിലായിരിക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് പീപ്പിൾ വീതിച്ചെടുക്കുന്നു. Communism have given importance to economic equality. Communism is a form of socialism. Communism is based on Communist Manifesto written by Marx and Engels in 1848. Karl Marx is also known as the founder of scientific socialism. Communism gives more importance to economic equality. Communism is a product of Marxian philosophy. Communism എന്നത് സോഷ്യലിസത്തിന്റെ ഒരു രൂപം തന്നെയാണ്. 1748 മാക്സും എംഗൽസും ചേർന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ അടിസ്ഥാനമാക്കിയാണ് കമ്മ്യൂണിസം പ്രവർത്തിക്കുന്നത്. സയന്റിഫിക് സോഷ്യലിസത്തിന്റെ പിതാവാണ് കാൾ മാക്സ്. കമ്മ്യൂണിസം എന്നത് മാക്സിയൻ ഫിലോസഫിയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. കമ്മ്യൂണിസം പ്രാധാന്യം നൽകിയത് എക്കണോമിക് ഈക്വാലിറ്റിക്കാണ്. പ്രൈസ് മെക്കാനിസം. Price mechanism refers to system where the forces of demand and supply determine the price of commodities and changes therein. It is the buyers and sellers who actually determine the price of commodity.
ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സുകളാണ് പ്രൈസ് തീരുമാനിക്കുന്നത്. യഥാർത്ഥത്തിൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആണ് വില നിർണ്ണയം നടത്തുന്നത്. Capitalist economy, means of production and property are private owned by individuals. Government has limited role. Force of demand and supply will determine the price. Price mechanism is like an hand. Capitalist economy, means of production, property ഇവ private individuals ആണ് ഓൺ ചെയ്യുന്നത്. അതുപോലെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഫോഴ്സുകളാണ് വില നിർണ്ണയിക്കുന്നത്. പ്രൈസ് മെക്കാനിസം എഫക്റ്റ് ബോത്ത് ബയർ ആൻഡ് സെല്ലർ. Socialist economy. In a socialist economy, the decision of what, how, and for whom to produce is not depend on market forces or price mechanism. The decisions are taken by central planning authority. Price mechanism does not play a role in the socialist economy. ഒരു സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ എന്ത് എങ്ങനെ ആര് പ്രൊഡ്യൂസ് ചെയ്യുമെന്നത് മാർക്കറ്റ് ഫോഴ്സിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഇവിടെ എല്ലാ ഡിസിഷൻസും എടുക്കുന്നത് സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയാണ്. സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ പ്രൈസ് മെക്കാനിസത്തിന് പങ്കില്ല. ഇവിടെ സെൻട്രൽ അതോറിറ്റികളാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മിക്സഡ് എക്കോണമി. കമ്പൈനിങ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് ദ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി, we arrive at a mixed economy. It follows both the price mechanism and central planning authority. India is a mixed economy. All the sectors, private, public, joint, exist in the economy. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെയും സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഒരു കോമ്പിനേഷൻ ആണ് മിക്സഡ് എക്കോണമി. ഇത് പ്രൈസ് മെക്കാനിസവും സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റിയും ഫോളോ ചെയ്യുന്നു. ഇന്ത്യ ഒരു മിക്സഡ് എക്കോണമിയാണ്. ഇതിൽ എല്ലാ സെക്ടറുകളും ഉൾപ്പെടുന്നു.